ഓക്കെ, അപ്പോൾ ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാണ്. ഗ്രീൻസ് തിയറം സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇതും വെരിഫൈ ആണ് ചോദിക്കണമെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ട്. യൂസിങ് ആണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ്, വലിയ റിസ്ക് ഒന്നുമില്ല. പക്ഷെ വെരിഫൈ ഗ്രീൻസ് തിയറം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ കുറച്ച് പണി പാടും. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതാം. ഗ്രീൻസ് തിയറം എവിടെ? ഗ്രീൻസ് ഗ്രീൻസ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇഫ് ഇത് എൻ്റെ കയ്യിലുള്ള ടെസ്റ്റിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചിലതിൽ ഞാൻ ഇപ്പോൾ യു വി എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. ചിലതിൽ എമ്മും എന്നും ഒക്കെയാണ്. നമ്മുടെ കാൽക്കുലസിൽ എന്തോ ഫോമുല എന്നറിയില്ല. എന്തായാലും തൽക്കാലം യു വി വെച്ച് പഠിപ്പിക്കാൻ കേട്ടോ. താഴെ എഴുതാം. ഇഫ് യു വി ഡോ വി ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ, u, v, ഡോ വി ബൈ ഡോ എക്സ് ആണ്, ഡോ യു ബൈ ഡോ വൈ ആർ കണ്ടിന്യൂസ് and one valued functions in the region R. One valued function in the region R. In the region R. Capital R. Da. In the region R. Enclosed by the curve C. Enclosed by the curve C. ഈ സെന്റൻസ് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി പറയുന്നത് പഠിക്കാം. Then integral over C u dx plus v dy. ഇവിടെയാണ് ചിലതിൽ എമ്മോ എന്നാണ് കൊടുക്കുന്നത്. u dx plus v dy equal to double integral over r ബ്രാക്കറ്റില് ഡോ v by ഡോ x minus ഡോ u by ഡോ y dy dx. ഈ ഒരു ഫോമുലയാണ് പഠിക്കേണ്ടത് ഗ്രീൻസ് തിയറം. ഈ ഒരു ഫോമുലയാണ് നമ്മൾ പഠിക്കാനുള്ളത് ഗ്രീൻസ് തിയറം. അതായത് ഇന്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ യുവിനല്ല വിനെ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഡി വൈ ഡി എക്സ്. അപ്പോൾ ഇതിലും ലെഫ്റ്റ് സൈഡ് കാണാനാണ് ബുദ്ധിമുട്ട്. എല്ലാ തിയറത്തിലും ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കാൻ കുറച്ച് റിസ്ക് ആയിരിക്കും. LHS റിസ്ക് ആണ്, എല്ലാ തിയറത്തിലും അങ്ങനെ തന്നെയാണ്. RHS സിമ്പിൾ ആയിരിക്കും. ഇവിടെ ഡബിൾ ഇന്റഗ്രല് സർഫസ് ഇന്റഗ്രൽ അല്ല കേട്ടോ, സാധാ ഡബിൾ ഇന്റഗ്രൽ. എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഒന്നുമില്ല. അങ്ങനെ വരുമ്പോഴാണ് സർഫസ് ഇന്റഗ്രൽ എന്ന് വിളിക്കുക. എഫ് ഡോട്ട് എൻ ക്യാപ്പ് വരുന്ന പ്രോബ്ലം അങ്ങനെ വന്നത് കൊണ്ടാണ് നമുക്കത് റിസ്ക് ആയത്, സർഫസ് വരുന്നത് കൊണ്ട്. ചുമ്മാ ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്ടർ ഒന്നും ഇല്ലാണ്ട് ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സാധാ ഇന്റഗ്രലാണ്, നോർമൽ ഇന്റഗ്രേഷൻ തന്നെയാണ്. ആ ഡോട്ട് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നില്ലേ, എഫ് ഡോട്ട് എൻ ക്യാപ്പ്, അങ്ങനെ വന്നത് കൊണ്ടാണ് ആ പ്രശ്നം വന്നത്. അത്രയും ആറ് സർഫസിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തത്. ഇത് അതിന്റെ ആവശ്യമില്ല, ഒറ്റ സർഫസിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഇന്റഗ്രൽ ഓവർ സി കണ്ടോ, ഈ സിയുടെ പ്രശ്നക്കാരനാണ്. ഇവിടെ ലൈൻ ഇന്റഗ്രൽ ചെയ്യണം. ലൈൻ ഇന്റഗ്രൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു, കഴിഞ്ഞ മോഡ്യൂളിൽ പഠിപ്പിച്ചിരുന്നു. ലൈൻ ഇന്റഗ്രൽ ഉണ്ട് അല്ലേ, ആ ലൈൻ ഇന്റഗ്രലാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ അതിൽ കുറച്ച് പണിയുണ്ട്. എഴുതിക്ക് ഫോർമുല എന്ന് മനസ്സിലാക്കുക. ഇന്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഡബിൾ ഇന്റഗ്രൽ ആദ്യം ഡോ വി ബൈ ഡോ എക്സ് ആണ്, അതായത് യുവിനല്ല വിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് ഡി വൈയുടെ കൂടെ വരുന്ന ആളാണ് വി. വിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക മൈനസ് യുനെ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. തല തിരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ, നോക്കണേ. യു ഡി എക്സ് വി ഡി വൈ. അപ്പൊ വരുമ്പോ എന്താ ചെയ്തത്? ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ. ഇവിടെ ഡി എക്സിന്റെ കൂടെ വരുന്ന ആളിനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വിയുടെ കൂടെ അതായത് ഡി വൈയുടെ കൂടെ വരുന്ന ആളിനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. തല തിരിച്ചിട്ടാണ് പോയേക്കണേ, ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇതാണ് ഗ്രീൻസ് തിയറം. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. എനിക്ക് എല്ലാത്തിനേക്കാളും സിമ്പിൾ ആയിട്ട് തോന്നിയ ഗ്രീൻസ് തിയറമാണ്. പക്ഷെ അത് വെരിഫൈ ചോദിക്കുമ്പോൾ പണിയാണ് കേട്ടോ. യൂസിങ് ആണെങ്കിൽ വളരെ ഈസിയാണ്.
പക്ഷെ വെരിഫൈ എന്ന് പറയുമ്പോൾ കുറച്ച് പണി കിട്ടും. നമുക്ക് ആ ഗ്രാഫ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു ഗ്രാഫൊക്കെ വരയ്ക്കാൻ പഠിപ്പിച്ചില്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ആദ്യം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തുടങ്ങാൻ ഇഷ്ടമാണ്, അത് ഞാൻ സെർച്ച് ചെയ്തോണ്ടിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ എഴുതാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ. ഇവാലുവേറ്റ് x square plus xy dx plus x square plus y square dy, where c is the square formed by the lines x equal to plus or minus 1, y equal to plus or minus 1, where c is the square formed by the lines x equal to plus or minus 1, y equal to plus or minus 1. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് എന്നാണ്. ഇത് ചിലപ്പോ ബൈ ഗ്രീൻസ് തിയറം എന്നൊന്നും പറയത്തില്ല. മനസ്സിലായോ? ക്വസ്റ്റ്യനിലെ ബൈ ഗ്രീൻസ് തിയറം എന്നോ ബൈ ഡൈവേർജൻസ് തിയറം എന്നോ എന്നും പറയില്ല. അവസാനത്തെ മോഡ്യൂളിലെ ഇവാലുവേറ്റ് എന്ന് കണ്ടാൽ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് എഴുതേണ്ടി വരും. അങ്ങനെ തരുമ്പോൾ പണിയാണേ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് ഇവാലുവേറ്റ് യൂസിങ് ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് യു ഡി എക്സ് പ്ലസ് വി ഡി വൈ എന്നായിരിക്കും. മനസ്സിലായോ? യു ഡി എക്സ് ഒരു ടേം ഡി എക്സ് പ്ലസ് വേറൊരു ടേം ഡി വൈ ആണെങ്കിൽ അത് എന്ത് അപ്ലൈ ചെയ്യണം? അതിൽ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യണം. ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ്, ഇതാണ് ഇവാലുവേറ്റ് ചോദിക്കുന്നെങ്കിലോ അത് ഗോസ് ഡൈവേർജൻസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ്. ഇനി ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, അവസാനത്താണ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, ഇതാണ് ചോദിക്കുന്നെങ്കിലോ അതില് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പൊ 3 തിയറംസ് അപ്ലൈ ചെയ്യേണ്ട രീതിയാണ് പറഞ്ഞത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എങ്ങനെയാണ് 3 തിയറംസ് കണ്ടാൽ മനസ്സിലാക്കേണ്ടത്? 3 തിയറംസ് കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കണം? ഇന്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ഇന്റഗ്രൽ. ചിലർ പഠിക്കും സിംഗിൾ വരുമ്പോ ഗ്രീന്, ഡബിൾ വരുമ്പോ ഗോസ്. അങ്ങനെ പഠിക്കരുത്. കാരണം സ്റ്റോക്കിലും ഗ്രീനിലും സിംഗിൾ തന്നെയാണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഇന്റഗ്രൽ തന്നെയാണ് സ്റ്റോക്കിലും ഗ്രീനിലും. പക്ഷെ വന്നിരിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. സ്റ്റോക്കിൽ നോക്കുക, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, ലൈൻ ഇന്റഗ്രൽ പോലെ കിടക്കുന്നത് എഫ് ഡോട്ട് ഡി ആർ. മനസ്സിലായോ? പക്ഷെ ഗ്രീനില് ഒരു ടേം ഡി എക്സ് പ്ലസ് അനദർ ടേം ഡി വൈ, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. മനസ്സിലായോ? സ്റ്റോക്കും ഗ്രീനും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? സ്റ്റോക്കിലാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി, ഒന്നുകൂടി സ്റ്റോക്ക്, ഓക്കെ കറക്റ്റ് തന്നെ. സ്റ്റോക്കിലാണെങ്കിൽ ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നാണ് ചോദിക്കുക കേട്ടോ. ഗ്രീനിലാണെങ്കിലോ ഇന്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ, ആ ഒരു ടൈപ്പ് ആയിരിക്കും ചോദിക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൈവേർജൻസ് സുഖ, ഡബിൾ ഇന്റഗ്രൽ ഓവർ എഫ് ഡോട്ട് എൻ ക്യാപ് ഡി എസ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാനായി ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ഗ്രീൻ ആണോ സ്റ്റോക്ക് ആണോ ഡൈവേർജൻസ് തിയറം ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഏത് ടൈപ്പാ. ഇത് ഇന്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ എന്ന് പറയുന്ന ടൈപ്പാണ് അല്ലെ? ശരിയല്ലേ? ഇത് യു ഡി എക്സ് പ്ലസ് വി ഡി വൈ എന്ന് പറഞ്ഞ ടൈപ്പ് അല്ലേ? അതുകൊണ്ട് ഇതെന്താണ്? ഇത് ഗ്രീൻസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ്. ഓക്കെ ആണല്ലോ? ഇത് ഗ്രീൻസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഡി എക്സിന്റെ കൂടെ വരുന്ന ആളാണ് ആര്? യു. അപ്പൊ യുവിനെ നമുക്ക് എന്താ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ. ഡി എക്സിന്റെ കൂടെ വരുന്ന ആളാണ് യു. യു എന്താണ്? അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ.
അടുത്തത് ഡിവൈയുടെ കൂടെ വരുന്ന ആളാണ് y, അതായത് ഡിവൈയുടെ കൂടെ ആളാണ് v. വിയുടെ വാല്യൂ ഇപ്പൊ എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? അതായത് ഡി എക്സിന്റെ കൂടെ വരുന്നത് യു, ഡിവൈയുടെ കൂടെ വരുന്ന ആള് v. നമ്മൾ യുവിനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡോ യു ബൈ ഡോ വൈ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? യുവിനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0, എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. അപ്പൊ ആൻസർ എക്സ്. വിനെ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ വി ബൈ ഡോ എക്സ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, വൈയുടെ 0 അപ്പൊ ഈക്വൽ ടു 2x. മനസ്സിലായോ ചെയ്തത്? ഡിവൈയുടെ കൂടെ വരുന്ന ആള് യു, ഡി എക്സിന്റെ കൂടെ വരുന്ന ആള് വി. യുനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എക്സ് കിട്ടി. വിനെ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻസ് തിയറത്തിലേക്ക് പോകാം. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ പ്രോബ്ലം കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം ക്വസ്റ്റ്യന്റെ ലിമിറ്റ് അവർ തന്നിട്ടുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും ലിമിറ്റ് തരുന്ന പ്രോബ്ലം ആയിരിക്കില്ല വരിക. ഇവിടെ സൈഡിൽ എഴുതി വെച്ചോളൂ. ലിമിറ്റ് എന്താണ്? എക്സിന്റെ ലിമിറ്റ് അവർ തന്നിട്ടുണ്ട്, -1 to 1 ആണ്. വൈയുടെ ലിമിറ്റും തന്നിട്ടുണ്ട്, +or-1 അല്ലെ, -1 to 1 ആണ്. അപ്പോൾ എക്സിന്റെയും വൈന്റെയും ലിമിറ്റ് എഴുതി വെച്ചോളൂ. ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് എഴുതാം. എക്സ് ഈക്വൽ ടു വേണമെങ്കിൽ താഴെ എഴുതാം ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ലിമിറ്റ് എക്സ് ഈക്വൽ ടു -1 to 1, y ഈക്വൽ ടു -1 to 1. ഇത് രണ്ടും ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കൊണ്ട് ഇത് ഈസി ആയിട്ട് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി എഴുതാണ്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടി, ഇത്രയും മാത്രം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. എഴുതാം ബൈ ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം നമ്മൾ യൂസ് ചെയ്യാണ്. ബൈ ഗ്രീൻസ് തിയറം integral over c u dx plus v dy equal to double integral over r dou u by dou x plus dou v by dou x minus dou u by dou y. ആദ്യം dy കൊടുക്കട്ടെ, dy dx. എല്ലാ പ്രോബ്ലത്തിലും ആദ്യം dy കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് ഏതാണ്? ഇന്റഗ്രൽ ഓവർ c x square plus xy dx plus x square plus y square dy equal to double integral limit -1 to 1 dou v by dou x നമ്മൾ കണ്ടെത്തി 2x minus dou u by dou y നമ്മൾ കണ്ടെത്തി x into dy dx. ആദ്യം y നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. മനസ്സിലായോ? നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത കാര്യം കഴിഞ്ഞു കേട്ടോ. ഇന്റഗ്രൽ -1 to 1, ഇന്റഗ്രൽ -1 to 1 2x minus x into dy dx. ഓക്കെ ആണോ? ആദ്യം വിത്ത് റെസ്പെക്ട് വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. പിന്നെ -1 to 1 ബ്രാക്കറ്റ് ഇട്ടു x ഇൻറ്റു വൈയുടെ വാല്യൂ 1, വൈക്ക് ലിമിറ്റ് കൊടുത്തു -1 to 1 dx ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 1 x ഇൻറ്റു വൈന് ലിമിറ്റ് എടുക്കുമ്പോൾ 1 -1 കിട്ടും dx ഈക്വൽ ടു 2 വരും അല്ലേ. ഇന്റഗ്രൽ -1 to 1 2x dx. ഇതുവരെ ഓക്കെ ആണോ? വലിയ കുഴപ്പമില്ലല്ലോ? ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനിലേക്ക് പോകട്ടോ. ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഈക്വൽ ടു ഇന്റഗ്രൽ 2 into x square by 2 ലിമിറ്റ് -1 to 1. 2 വെട്ടിപ്പോയി, ബാക്കി 1 ലിമിറ്റ് എടുക്കാണ്. അപ്പർ ലിമിറ്റ് 1 square മൈനസ് ലോവർ ലിമിറ്റ് -1 square 1 - 1 ഈക്വൽ ടു 0. അതായത് ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു 0 കേട്ടോ. അതിൻ്റെ ഇന്റഗ്രൽ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അതൊക്കെയാണ് ഡൗട്ട് ഉണ്ടോ ചെയ്തത്? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് സ്ക്വയർ ആണ്, 1ന്റെ സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് അത് -1ന്റെ സ്ക്വയറാണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കുറയ്ക്കുമ്പോൾ അത് -1 ആയി കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അയ്യോ, ഇത് വെരിഫൈ ആണല്ലോ. വേറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 2-3 ക്വസ്റ്റ്യൻ കൂടി നോക്കാം കേട്ടോ.
മാച്ചേ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷമാണെന്ന് പറഞ്ഞുതരാം. ഏത് വർഷമാണത്? 2017 ജൂൺ ജൂലൈയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്ലൈ ഗ്രീൻസ് തിയറം ടു ഇവാലുവേറ്റ്. അപ്ലൈ ഗ്രീൻസ് തിയറം ടു ഇവാലുവേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്ലൈ ഗ്രീൻസ് തിയറം ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി 2x square minus y square into dx plus x square plus y square into dy. Apply Green's theorem to evaluate 2x square minus y square into dx plus x square plus y square into dy where ഇവിടെ ലിമിറ്റ് മാറിയിട്ടുണ്ട്. where c is the boundary of the area enclosed by the x-axis. C is the boundary of the area. C is the boundary of the area enclosed by the x-axis. C is the boundary of the area enclosed by the x-axis and the upper half of the circle. Upper half of the circle x square plus y square equal to a square. Upper half of the circle x square plus y square equal to a square. അപ്പോൾ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. മിക്ക ക്വസ്റ്റ്യനും ഗ്രീൻസ് തിയറത്തിന്റെ മിക്ക ക്വസ്റ്റ്യന്റെയും ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ ഒരു ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ ഇന്നലെ അല്ല മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ, അതായത് ഒരു 2 ദിവസം മുമ്പത്തെ ക്ലാസ്സിൽ ഞാനൊരു ഗ്രാഫൊക്കെ വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ നോട്ടൊന്ന് ആരെങ്കിലും ഒരാൾ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഇതുവരെ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് നോട്ട് ഞാൻ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ പോലെ ചെയ്യാം. യു ഡി എക്സ് പ്ലസ് വി ഡി വൈ ആണ്. അപ്പോൾ യു എടുത്ത് എഴുതൂ. യു ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. വി എടുത്ത് എഴുതി x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഡോ യു ബൈ ഡോ എക്സ് കണ്ടു, ഡോ യു ബൈ ഡോ വൈ കണ്ടല്ലേ. ഡോ യു ബൈ ഡോ വൈ കണ്ടു. 0 മൈനസ് 2y ഈക്വൽ ടു മൈനസ് 2y. ദെൻ ഡോ വി ബൈ ഡോ എക്സ് കണ്ടു. വിത്ത് റെസ്പെക്ട് എക്സിലെ 2x പ്ലസ് 0 ഈക്വൽ ടു 2x. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഡോ വി ബൈ ഡോ യു ബൈ ഡോ വൈൻ്റെ വാല്യൂ മൈനസ് 2yയും ഡോ വി ബൈ ഡോ എക്സിൻ്റെ വാല്യൂ 2xും കിട്ടി. ഓക്കെ, ഇനി ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടാനാണ് ബുദ്ധിമുട്ട്. തന്നിരിക്കുന്നത് സർക്കിളാണ്. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഓക്കെ, അവർ പറഞ്ഞേക്കുന്ന സർക്കിളിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞേക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണ്. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കണേ, അങ്ങനെ വരുമ്പോൾ ഈ ലിമിറ്റില്ലേ ഇത്രയും പോർഷൻ ഇത് എത്രയായിരിക്കും? റേഡിയസ് ഓഫ് ദി സർക്കിൾ എത്രയായിരിക്കും? 0 to a ആയിരിക്കും കേട്ടോ. റേഡിയസ് ഓഫ് ദി സർക്കിൾ എത്രയായിരിക്കും? 0 to a ആയിരിക്കും. അപ്പർ ഹാഫ് ആണ് എടുക്കേണ്ടത്. മുകളിലത്തെ പോർഷൻ എടുത്താൽ മതി. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കണേ, കുറച്ച് ലോജിക്കായിട്ട് അപ്ലൈ ചെയ്യണം. അവർ പറഞ്ഞേക്കണത് വേർ സി ഇസ് ദി ബൗണ്ടറി ഓഫ് ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി എക്സ് ആക്സിസ്. അതായത് ഈ ആക്സിസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഈ ആക്സിസും പിന്നെ അപ്പർ ഹാഫ് ഓഫ് ദി സർക്കിൾ, അതായത് സെമി സർക്കിൾ, ഇത്രയും പോർഷനും ഈ ഒരു റീജിയൻ ആണ് അവർ തന്നേക്കുന്നത്. ഓക്കെ ആണോ? ഈ ഒരു റീജിയൻ ആണ് അവർ തന്നേക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ അതില് എന്താ പറയാ, ലിമിറ്റ് വേണം നമുക്ക്, അല്ലെ? ലിമിറ്റ് വേണം. അപ്പൊ അതിനുള്ള ഇക്വേഷൻ, ഇതിപ്പോ ഫിഗർ വരച്ചില്ലെങ്കിൽ ഇക്വേഷൻ ഒക്കെ കണ്ടുപിടിക്കാം നമുക്ക്. ഇക്വേഷൻ ഇതാണ്: എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, അല്ലെ? അതിന്റെ ഉള്ളിൽ നിന്ന് വൈ സ്ക്വയർ ഈക്വൽ ടു എന്ന് എഴുതിയാൽ എന്താ വരിക? വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ y ഈക്വൽ ടു എന്താണ് വരിക? y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് എടുക്കേണ്ടത്. വൈയുടെ വാല്യൂ ഇപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് എടുക്കേണ്ടത്.
അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ട്. അതായത് നമ്മൾ ആ ഫിഗർ വരച്ചിട്ട് അവർ പറഞ്ഞ റീജിയനിൽ ഇങ്ങനെ കുത്തനൊരു സ്ട്രിപ്പ് വരയ്ക്കാൻ പറഞ്ഞിരുന്നു. എത്ര ആൾക്കാരന്ന് ശ്രദ്ധിച്ചിരുന്നു അറിയില്ല. നമ്മൾ വരച്ച ഫിഗറിന്റെ കുത്തനെ ഒരു സ്ട്രിപ്പ് വരയ്ക്കും. എന്താണോ ഞാൻ കുറച്ച് ഫിഗറുകൾ ഒരു 9 ഫിഗർ 8 ഫിഗറോ തന്നിരുന്നു ജനറൽ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ആ ചാൻസ് ഉള്ള ഫിഗറിന്റെ കുത്തനെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് വരയ്ക്കാം. ആ സ്ട്രിപ്പിന്റെ അടിഭാഗം ടച്ച് ചെയ്തിരിക്കുന്നത് വൈയുടെ ലോവർ ലിമിറ്റ് ആയിരിക്കും. അടിഭാഗം ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈൻ എന്താണ്? ഈ ലൈൻ ഏതാണ്? വൈ ആക്സിസ് ആണ് അല്ലേ? എക്സ് ആക്സിസ് ആണ്. അടിഭാഗം ടച്ച് ചെയ്തിരിക്കുന്ന ലൈൻ എന്താണ്? എക്സ് ആക്സിസ് ആണ്. ഞാൻ ആ ഫിഗർ വരച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നു എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്? y = 0 എന്നാണ്. മനസ്സിലായോ? എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്? y = 0 എന്നാണ്. മുകൾ ഭാഗം ടച്ച് ചെയ്തിരിക്കുന്ന എന്തിന്റെ മുകളിലാ? സർക്കിളിന്റെ മുകളിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോവർ ലിമിറ്റ്, അതായത് അടിഭാഗം ടച്ച് ചെയ്തിരിക്കുന്നത് y = 0ന്റെ മുകളിലാണ്. അടിഭാഗം ടച്ച് ചെയ്തിരിക്കുന്നത് y = 0ന്റെ മുകളിലാണ്. മുകൾ ഭാഗം ടച്ച് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിക്കണേ, ഈ പറയുന്ന കാര്യം നമുക്ക് അടുത്തഞ്ഞ് എടുക്കാൻ പോകുന്ന ട്രിപ്പിൾ ഇന്റഗ്രൽ, ഡബിൾ ഇന്റഗ്രൽ എന്നുള്ള സെക്ഷനാണ്, ഇന്റഗ്രേഷൻ ആണ്. അതിൽ ഈ ഭാഗം പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ തന്നെ കുറേശ്ശെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ക്ലിയർ? അവിടെ ഇതേപോലെ ലിമിറ്റ് എടുക്കണം. ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെ കുത്തനെ സ്ട്രിപ്പ് വരച്ച് ലിമിറ്റ് കാണുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടെ. ഓക്കെ, അപ്പൊ ഇപ്പൊ അയ്യോ ഇത് വേണ്ടാന്ന് ആരും ചിന്തിക്കേണ്ട. ഒരു യൂണിറ്റ് മുഴുവൻ ഇത് തന്നെ ചെയ്യാൻ പോകുന്നത് ഇനി. ഓക്കെ, 4ാമത്തെ മൊഡ്യൂളിൽ മുഴുവൻ നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ലോവർ ലിമിറ്റ് അടിഭാഗം ടച്ച് ചെയ്തിരിക്കുന്നതാണ് y = 0. മുകൾ ഭാഗം ടച്ച് ചെയ്തിരിക്കുന്ന എന്തിന്റെ മുകളിലാ? സർക്കിളിന്റെ മുകളിലല്ലേ ടച്ച് ചെയ്തിരിക്കുന്നത്. അതിനെ, ആ സർക്കിളിന്റെ ഇക്വേഷനെ നമുക്ക് y = എന്ന് ആക്കിയാൽ എന്താണ് ഇക്വേഷൻ? നമ്മളിപ്പോൾ കണ്ടെത്തി. എന്താണ് ഇക്വേഷൻ? y = √a² - x². മനസ്സിലായോ? സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? y = √a² - x². അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷന്റെ വൈയുടെ ലിമിറ്റ് കിട്ടി. y = 0 to y = √a² - x². അപ്പൊ ശ്രദ്ധിക്കുക, ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷനിലെ വൈയുടെ ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. y = 0 to y = √a² - x². ഇങ്ങനെയുള്ള മിക്ക ക്വസ്റ്റ്യനിലും വൈയുടെ ലിമിറ്റ് എക്സിലുള്ള ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, നമ്മളിങ്ങനെ കുത്തനെ വരയ്ക്കുന്ന പ്രോബ്ലത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ലിമിറ്റ് വൈയുടെ എന്താണ്? എക്സിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ വൈയുടെ ലിമിറ്റ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന? എക്സിന്റെ ലിമിറ്റ് കിട്ടാണ്. എക്സിന്റെ ലിമിറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ പഠിപ്പിച്ച പോലെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇതില് y ഇല്ല എന്ന് വിചാരിക്കുക. എക്സിന്റെ ലിമിറ്റ് കിട്ടാൻ എന്ത് ചെയ്യാണ്? y ഇല്ല എന്ന് വിചാരിക്കുക. yനെ 0 ആക്കുക. അപ്പൊ x² എന്തായി? a² ആയി. എക്സിന്റെ വാല്യൂ √a² എന്നാണ്. അതായത് +or - a ആണ്. നമ്മൾ ഇതിലെ ഒരു പോർഷൻ മാത്രമാണ് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യന് പറയും ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നൊക്കെ പറയും. ഫസ്റ്റ് ക്വാഡ്രന്റ് ഓഫ് ദി ഇക്വേഷൻ കൊടുക്കും. അല്ലെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് 0 to a എടുത്താൽ മതിയായിരുന്നു. 0 to a എന്ന് നമ്മൾ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവര് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പർ ഹാഫ് ഓഫ് ദി സർക്കിളും അതുപോലെ എക്സ് ആക്സിസും. അപ്പൊ നമ്മൾ എവിടുന്ന് തുടങ്ങണം? നമ്മൾ ഈ ഒരു എഡ്ജിൽ നിന്ന് ഈ ഒരു എഡ്ജ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ എക്സിന്റെ ലിമിറ്റ് എത്രയാണ് എടുക്കേണ്ടത്? x = -a to x = a എന്ന് എടുക്കണം. അങ്ങനെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളേ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ കുറെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, തൽക്കാലം എഴുതാം. ഇതുവരെ ജസ്റ്റ് നോട്ട് ചെയ്യാം. പേടിക്കണ്ട, 4th മൊഡ്യൂൾ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കുറെ പ്രോബ്ലംസ് ആയിട്ട് വരുന്നുണ്ട്. അത് ചെയ്ത് വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് ഇതേപോലെ പെട്ടെന്ന് ഈസി ആയിട്ട് ഗ്രാഫ് വരച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. നിങ്ങളൊന്നും പേടിക്കണ്ട, പെട്ടെന്ന് എഴുതിക്കോളൂ.
അപ്പൊ നമ്മളത് ഗ്രീൻസ് തിയറത്തിന്റെ തിയറത്തിലേക്ക് കൊടുക്കുകയാണ്. എന്താണ് ഗ്രീൻസ് തിയറം പറയുന്നത്? ഇന്റഗ്രൽ ഓവർ സി യു ഡി എക്സ് പ്ലസ് വി ഡി വൈ, അതിന്റെ വാല്യൂ ഈക്വൽ ടു എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആറ് ഡോ യു ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഡി വൈ ഡി എക്സ് എന്നാണ്. ഡോ വി ബൈ ഡോ എക്സ് കണ്ടുപിടിച്ച് 2x കൊടുത്തു, ഡോ യു ബൈ ഡോ വൈ -2y കൊടുത്തു. ലിമിറ്റ് ശ്രദ്ധിക്കണേ, എക്സിന്റെ ലിമിറ്റ് അതാണ് ഞാൻ ഡി വൈ ഡി എക്സ് എഴുതിട്ടാ. എക്സിന്റെ ലിമിറ്റ് -a to a, വൈയുടെ ലിമിറ്റ് 0 to root of a square minus x square എന്നാണ്. ഇതിനൊന്ന് നീറ്റായിട്ട് എഴുതാണ്. ഈക്വൽ ടു ഇന്റഗ്രൽ -a to a ഇന്റഗ്രൽ 0 to root of a square minus x square 2x plus 2y dy dx. ഇന്റഗ്രേറ്റ് ചെയ്യണം. ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? വായിച്ചോട്ടെ. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈക്വൽ ടു ഇന്റഗ്രൽ -a to a ബ്രാക്കറ്റ് ഇട്ടു, ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈയില്. അപ്പൊ 2xy എന്ന് വരും പ്ലസ് 2y സ്ക്വയർ ബൈ 2 ലിമിറ്റ് 0 to root of a square minus x square dx. 2 കട്ട് ചെയ്തു ഈക്വൽ ടു